ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LGS എക്സാമിന് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 185/2024. ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നു. അതിന്റെ ബാക്കിയുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുള്ളവർ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. സോ നമ്മൾ ഓൾറെഡി 86 വരെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. 87ാമത്തെ ക്വസ്റ്റ്യൻ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഡിവൈഡ് ബൈ 2.8. ഇവിടെ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഇത് ബേസിക്കലി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ ഇവിടുത്തെ ന്യൂമറേറ്ററിനെ നമുക്ക് 6.4 പ്ലസ് 3.6 ഇൻറ്റു 6.4 മൈനസ് 3.6 ഡിവൈഡഡ് ബൈ 2.8 എന്ന് എഴുതാം. 6.4നെ 3.6 കൊണ്ട് ആഡ് ചെയ്യാം. 6.4 പ്ലസ് 3.6 എന്ന് പറയുമ്പോൾ 6.4 പ്ലസ് 0.6 7 വരും. 7 പ്ലസ് 3 10 വരും. സോ 10 ഇൻറ്റു 6.4 മൈനസ് 3.6 എന്ന് പറഞ്ഞ 2.8 ഡിവൈഡഡ് ബൈ 2.8. 2.8 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? 10. സോ ഓപ്ഷൻ നമ്പർ ബി 10 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, 3 വശങ്ങളും സെയിം ആണ്. 12.5 സെന്റിമീറ്റർ നീളമുള്ള സമചതുരത്തിന്റെയും സ്ക്വയർ ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം. ചുറ്റളവ് മീൻസ് പെരിമീറ്റർ. സോ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ നീളം എന്ന് പറയുന്നത് 16.3 സെന്റിമീറ്റർ ആണ്. ദെൻ നമുക്കൊരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ നീളം എന്ന് പറയുന്നത് 12.1 സെന്റിമീറ്റർ ആണ്. 12.1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ, ചുറ്റളവ് കണ്ടുപിടിക്കുമ്പോൾ 3 വശങ്ങളുടെ നീളം കൂട്ടുക. ദാറ്റ് ഈസ് 16.3 ഇൻറ്റു 3. അപ്പൊ എന്ത് കിട്ടും? 48.9 എന്ന് കിട്ടും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത്. സ്ക്വയറിന്റെ എടുക്കുമ്പോൾ 4 ഇൻറ്റു 12.1, 12 ഇൻറ്റു 4 48, 0.1 ഇൻറ്റു 4 0.4, ദാറ്റ് ഈസ് 48.4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം 48.9 മൈനസ് 48.4, വ്യത്യാസം എന്ന് പറയുന്നത് 0.5 സെന്റിമീറ്റർ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ബി 0.5 സെന്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എന്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിലെ നമ്പർ 75 എന്ന് ആണ് എങ്കിൽ അവസാന നോട്ടിലെ നമ്പർ ഏതായിരിക്കും? മൊത്തം നമ്മുടെ കയ്യിൽ 60 നോട്ടുണ്ട്. ഒന്നാമത്തെ നോട്ടിൽ 75 എന്നാണ് ക്രമമായിട്ട് ആ നമ്പർ പോയിട്ടുമുണ്ട്. 75 എന്നാണ് ആ നമ്പർ ക്രമമായിട്ട് പോയിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്പർ ഇടേണ്ട എത്ര നോട്ട് കൂടിയുള്ളൂ? ബാക്കി 59 നോട്ട് കൂടിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവസാനത്തെ നോട്ടിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ 75 പ്ലസ് 59 കൂട്ടുക. സോ നമ്മൾ ഇതിനോട് കൂടി 59 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 6 3 4 എന്ന് കിട്ടും. സോ ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ 75 കൂടി 60 കൂട്ടാനുള്ള ടെൻഡൻസി വരും. പക്ഷെ 60 കൂട്ടാൻ പറ്റില്ല, കാരണം ഒന്നാമത്തെ നോട്ടിലെ നമ്പർ ഓൾറെഡി 75 പോയിട്ടുണ്ട്. അടുത്തത്, വിട്ടുപോയ സംഖ്യ ഏത്? 1 5 11 19 29 സ്പേസ് 55. സോ നമ്മൾ എപ്പോഴും ഒരു സീക്വൻസ് തന്നാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആ സീക്വൻസിന്റെ കോൺസിക്യൂട്ടീവ് ടേമുകൾ നമ്മൾ ഡിഫറൻസ് നോക്കാം. 1 കൂടി 4 കൂട്ടിയാൽ 5 കിട്ടും. 5 കൂടി 6 കൂട്ടിയാൽ 11 കിട്ടും. 11 കൂടി 8 കൂട്ടിയാൽ 19 കിട്ടും. 19 കൂടി 10 കൂട്ടിയാൽ 29 കിട്ടും. അതായത് 29 കൂടി 12 കൂട്ടിയാൽ 41 കിട്ടും. 41 കൂടി 14 കൂട്ടിയാൽ 55 കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ഡി 41 ആയിരിക്കും. ഓപ്ഷൻ നമ്പർ ഡി 41 ആയിരിക്കും. അടുത്തത് ഒരു കോഡിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് അല്പം കുറച്ച് ചെയ്തെടുക്കാനായിട്ട് അല്പം ടൈം വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ സോർ എന്നത് എങ്ങനെ എഴുതാം? യൂഷ്വലി നമ്മൾ ഡയറക്റ്റ് കോഡിംഗ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നോക്കുന്ന എന്താണ്? തന്നിരിക്കുന്ന UROVകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ F to U ഒത്തിരി ദൂരമുണ്ട്, I to R ദൂരമുണ്ട്, L2O മാത്രമാണ് അല്പം അടുത്ത് കിടക്കുന്നത്, V to Vയും ദൂരമുണ്ട്. സോ നമുക്ക് അവിടെ അങ്ങനെ ഒരു കോഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു കോഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇവിടെ വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഈ ഒന്നാമത്തെ ലെറ്ററും അവസാനത്തെ ലെറ്ററും നോക്കിയാൽ
ഇ കഴിഞ്ഞാണ് എഫ് വരുന്നത്. സോ ഇയിൽ നിന്ന് ഒരു ലെറ്റർ കൂട്ടിയാൽ എഫ് കിട്ടും. നേരെ തിരിച്ചിവിടെ നോക്കിയാൽ യുവിൽ നിന്ന് 1 കൂട്ടിയാൽ വി കിട്ടും. യുവിൽ നിന്ന് 1 കൂട്ടിയാൽ വി കിട്ടും. അതേപോലെ എല്ലും ഐയും നോക്കിയാൽ ജെ കെ എൽ, അതായത് ഐയിൽ നിന്ന് 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എല്ല് കിട്ടും. ഓയിൽ നിന്ന് MNO പി ക്യു ആർ 3 കൂട്ടിയാൽ 6 കിട്ടും. സോ ബേസിക്കലി ഫസ്റ്റ് ലെറ്റർ ഫോർത്ത് ലെറ്റർ തമ്മിലുള്ള കോഡ് ഒരു ഡയറക്ഷനിൽ പോയിരിക്കുന്നു. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലായിരിക്കും കോഡിലെ ഡയറക്ഷൻ വരിക. സി +1 ഇങ്ങോട്ടേക്ക് +1, ഇങ്ങനെ +3, അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് +3. ആ കോഡ് മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്. സോ അത് അവിടെ നമുക്കൊരു കോഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതേ റിലേഷൻ സോറിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. SOUR PQRS, ആറിനോട് കൂടി 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എസ് കിട്ടും. ആറിനോട് കൂടി 1 കൂട്ടുമ്പോൾ നമുക്ക് എസ്, 1 മുമ്പോട്ട് പോകുമ്പോൾ എസ് കിട്ടും. ഓയും യുവും തമ്മിൽ MNO PQRSTU. സോ O + 6 ആണ് എന്ത്? 6 എന്ന് പറയും. നമുക്ക് ഇങ്ങനെ ഒരു കോഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഈ റിലേഷൻ ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. സോ നമ്മൾ നോക്കിയാൽ IFLT, ടിയും ഐയും തമ്മിൽ നോ, അടുത്തടുത്തല്ല. സോ ഈ ഒരു ഓപ്ഷൻ അല്ലെന്ന് മനസ്സിലായി. ദെൻ ടിയും എല്ലും, ഇവിടെ നോക്കിക്കേ, ടിയും എല്ലും അവ രണ്ടും അടുത്തടുത്താണോ? അല്ല, അപ്പൊ ആ ഒരു ഓപ്ഷനും പോസിബിൾ ഇല്ല. എഫും എല്ലും നോക്കിക്കഴിഞ്ഞാൽ എഫും എല്ലും അടുത്തടുത്തല്ല. സോ അവിടെ റിലേഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഈ HLFI നോക്കി, HLFI HI, സോ +1 കറക്റ്റ്. ഇനി EF GHIJKL, എന്താണ്? +6. ഡൺ. സോ കറക്റ്റ് ആയിട്ട് ആ റിലേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ബി HLFI ആയിരിക്കും. ക്ലിയർ? ഇത് പ്രത്യേക ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള കോഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി റിമൈനിങ് ആയിട്ടൊരു 8 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നമ്മൾ അതിന് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നല്ല വീഡിയോ ലെന്ത് വളരെ കൂടുതലായിപ്പോൾ. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.